ഇത് ബാബു. നാട്ടുകാർ തോൽവി എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വഴിത്തിരിവിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ശരിക്കും ഒറ്റയ്ക്കായ പോലെ. അത് പിന്നെ ഒരു കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഈ ഒറ്റക്കായുടെയും പടലയുടെയും കാര്യമില്ല പറഞ്ഞത്, എൻ്റെ കാര്യം. അല്ല, പെണ്ണുങ്ങളായ പണമില്ലാത്ത ആണുങ്ങളെ തേക്കും. അതൊരു പ്രകൃതി പ്രതിഭാസമാണ്. അതുപോലാണോ ഇത്? ഞാനും മഞ്ജുവും പുഴയും കടലും പോലായിരുന്നു. അപ്പൊ ബീനയോ? അത് പിന്നെ അവള് വേറൊരു പുഴ. ഇപ്പൊ പുഴയും കടലും എല്ലാം കൊളായല്ല. ആ തോൽവി ബാബുവിനെ ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് നമ്മൾ പെണ്ണ് കെട്ടിക്കും. ശരിയാ, പക്ഷെ ഒരു പണിക്കും പോകാത്ത അവൻ ആര് പെണ്ണ് കൊടുക്കും? കെട്ടിച്ചില്ലെങ്കിൽ അവൻ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു വലിയ തലവേദനയായിട്ട് മാറും. എന്റെ പെങ്ങളുടെ മകൾ പോണ വഴിയിലും അവൻ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ കെട്ടിക്കേണ്ടത് നമ്മൾ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണ്. നമ്മുടെ ഭഗവതി അമ്പലത്തിൽ രാവിലെ കുളിച്ചു തൊഴുതാൽ ജീവിതം രക്ഷപ്പെടുമെന്ന നാട്ടുകാരുടെ ആ വിശ്വാസം ഈ തോൽവി വാവ് കാരണം ഇല്ലാതാകുമെന്നാ തോന്നണം. അത് കുളിച്ച് ഭക്തിയോടെ തൊഴുന്നവരുടെ കാര്യം. ഈ ബാബു മുടങ്ങാതെ അമ്പലത്തിൽ വരുന്നത് പെൺപിള്ളേരുടെ വായി നോക്കാനാണെന്ന് ആർക്കാണ് അറിയില്ലാത്തത്. പിന്നെ വൈകിട്ട് 4 മണി മുതൽ കറക്റ്റായിട്ട് സ്കൂളിന് മുമ്പിലും കാണാം. പെൺപിള്ളേർക്ക് സോഷ്യൽ മീഡിയയിലും സൗകര്യമില്ല. ഫോൺ തുറന്ന ഇവന്റെ മെസ്സേജ് റിക്വസ്റ്റ് വന്നാ പറയണം. കാര്യം ബാബു ഒരു തോൽവിയാണെങ്കിലും പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നതല്ലാതെ ആള് ഉപദ്രവകാരിയൊന്നുമല്ല. എന്നിട്ടാണോ വകയിൽ ഏതോ ബന്ധത്തിൽപ്പെട്ടൊരു പെണ്ണിന്റെ പുറകെയാണെന്നും പറഞ്ഞ് പണ്ട് താൻ അവനെ ഭീഷണിപ്പെടുത്തിയത്? അത് പിന്നെ ഇവനെ പോലൊരു അലവലാതി കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്നാൽ ചീത്ത പേരിന് അതുപോലെ. അതാടോ പറഞ്ഞത്, അവനെ നേരെയാക്കേണ്ടത് ഇപ്പൊ നാട്ടുകാരുടെ ആവശ്യം. അതിപ്പോ അവനെ ഉപദേശിച്ച് നേർവഴിക്കാക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ പഞ്ചായത്ത് വേണ്ടേ? അതൊക്കെയുണ്ട് നല്ലൊരു ഒന്നൊന്നര ഐറ്റം. ഗോപാലണ്ണല്ലേ അവര്? ഗോപാലണ്ണ എപ്പോ വന്നു? ഇന്നലെ രാവിലെ വന്നു. നാളെ പുലർച്ചെ പോണം. വിളവെടുപ്പ് സീസണാണേ. അപ്പൊ പോണേന് മുമ്പ് ഒന്ന് കാണണം കേട്ടോ. അതാരാ നീ അറിയില്ലേ? അപ്പൊ മാർക്കറ്റിനടുത്തുള്ളതാ. ഇപ്പൊ ഹൈ റേഞ്ചിലെവിടെയോ എസ്റ്റേറ്റ് മാനേജറോ മറ്റോ ആണ്. കണ്ടിട്ട് ഒരു തരികിട ലുക്ക്. അതിപ്പോ അതൊക്കെ പറയാനുണ്ടോ? തരികിടെ ഉടായ്പൊക്കെ കണ്ടുപിടിച്ചത് ഇയാളാ. പത്രത്തിൽ കല്യാണ പരസ്യം കൊടുക്കുമ്പോൾ ആകർഷകമായ വാചകങ്ങൾ വെച്ച് വേണം കൊടുക്കാൻ. എന്നാലേ പെൺവീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഇംപ്രസ്ഡ് ആയിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് അവർ വരുമ്പോ ചെറുക്കൻ അന്തസ്സായി പറയാനൊരു ജോലി എങ്കിലും വേണം. ഇല്ലെങ്കിൽ ചോദിക്കുമ്പോ അവരുടെ മുമ്പിൽ അൺഡ്രസ്ഡ് ആയ പോലെ നിൽക്കേണ്ടി വരും. ഓ, ഒരു നല്ല കാര്യം പറഞ്ഞു വരുമ്പോ മൂട് കളയും. മക്കളെ, എനിക്കൊരു കല്യാണ പരസ്യം ചെയ്യണം. നല്ല അടിപൊളി വാചകമൊക്കെ വെച്ച്. ആള് ചില്ലറക്കാരനല്ല, കൊട്ടൻചുക്കാരി വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. ആ, പേര് കൊള്ളാം, ചേരും. അമ്മാവൻ 3-4 കല്യാണം കഴിച്ചതല്ലേ? അതെ, ധൃതരാഷ്ട്ര പോലെ കുറെ മക്കളും ഉണ്ട്. എന്ന് വെച്ച് എന്റെ ഭാര്യമാരെല്ലാം പ്രായമായി മരിച്ചു പോയില്ലേ? അങ്ങനെയാണ് മര്യാദയുള്ളവര്. അല്ലാതെ എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അമ്മാവിന് ചേരുന്ന പരസ്യവാചകം ഞാൻ പറഞ്ഞു തരാം. നാളെ തന്നെ പത്രത്തിൽ കൊടുത്തു. കാര്യം നടക്കണം. നടക്കും. അതിനു മുമ്പ് അമ്മാവൻ കിടപ്പിലാകാതിരുന്നാ മതി. ആഹാ, പറ കേൾക്കട്ടെ. കഷായം വെക്കാനും കുഴമ്പ് തേച്ച് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാനും ആളെ ആവശ്യമുണ്ട്. താൽക്കാലികമായെന്നൂടെ വെച്ചോ, ഇനി അധികം നാള് വേണ്ടല്ലോ. എടാ, എന്തായി നിന്റെ കല്യാണക്കാര്യമൊക്കെ? ഇതാ ഗോപാലനാണ്. ഒന്നും ആയില്ല. ആദ്യം നീ ഒരു ജോലി കണ്ടുപിടിക്ക്. എനിക്ക് പറ്റിയ ഒരെണ്ണം കിട്ടണ്ടേ? അന്വേഷിക്കാഞ്ഞിട്ടാണോ? ഒന്നും ചെയ്യാതെ വെറുതെ കസേരയിലിരിക്കുന്ന ജോലിയല്ലേ? അതിവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? ആ, അവിടെ ഡെഡ് ബോഡിയൊക്കെ അനങ്ങാതെ കസേരയിൽ വെച്ച് കെട്ടും. എന്നിട്ട് ഡാൻസ് കളിച്ചോണ്ട് ആൾക്കാർ എടുത്തോണ്ട് പോണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, നിനക്കേ പണിക്ക് പോകാൻ കഴിയില്ലെങ്കിൽ വേണ്ട. രാവിലെ കുളിച്ചൊരുങ്ങി നിനക്ക് ടൗണിലേക്ക് പോയിക്കൂടെ? ഒരു പൊതിച്ചോറും കയ്യിൽ കരുതണം. എന്നിട്ട് ഉച്ചയാകുമ്പോ അതും കഴിച്ച് വൈകുന്നേരം പതുക്കെ തിരിച്ചു വരണം. നാട്ടുകാര് നിനക്ക് ജോലിയുണ്ടെന്ന് വിചാരിച്ചോളും. പിന്നെ കല്യാണ ആലോചന വന്നാൽ ആരും മുടക്കിയില്ല. പിന്നെ ടൗണിൽ ഇഷ്ടംപോലെ പെൺപിള്ളേരുണ്ട്. ഈ കൂറ കാവ്യൊക്കെ ഒന്ന് മാറ്റി
വൃത്തിയായി കുളിച്ച് ജീൻസും ഷൂ ഒക്കെ ഇട്ട് നടന്നാലുണ്ടല്ലോ. അപ്പൊ ഷർട്ട് ഇടണ്ടേ? വേണ്ട, ബനിയൻ മതി, ടീഷർട്ട്. അതുമിട്ട് നടന്നാലുണ്ടല്ലോ ഇവിടത്തേലും നല്ല മഞ്ചത്തിമാരെ ടൗണിൽ കിട്ടും. അടുത്ത മാസം ഞാൻ ഹൈ റേഞ്ചിൽ നിന്ന് വരുമ്പോ നിന്റെ വിവാഹമായി എന്ന് കേൾക്കണം. നിന്റെ ഫ്രണ്ട് എന്തേ ആ തോൽവി? എന്റെ ഫ്രണ്ട് തന്നെ, പക്ഷെ ആളിപ്പോ തോൽവിയല്ല. ആഹാ, അവന്റെ കല്യാണമൊക്കെ സെറ്റായ? ഞാനല്ലേ അവന് ഐഡിയ പറഞ്ഞു കൊടുത്തത്. അത് വർക്കൗട്ടായി കാണും. 100%. ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളു, ഗുരുവായൂർ വെച്ച്. ആഹാ, എന്നിട്ട് നീ പോയില്ലേ? അതിന് ഞാറിന 10 മിനിറ്റ് മുമ്പല്ലേ. ഒളിച്ചോട്ടായിരുന്നു. നാട്ടുകാരൊക്കെ അറിഞ്ഞു തന്നെ ഉള്ളു. ചേട്ടനായിട്ട് ഇനി ആരോടും പറഞ്ഞു നടക്കണ്ട. അതെന്താ രഹസ്യ? അതല്ല, ഞാൻ തന്നെ നടന്ന് എല്ലാവരോടും പറഞ്ഞോളാം. അതെന്തെങ്കിലും ആകട്ടെ. പെണ്ണെവിടെന്നാ? ടൗണിൽ നിന്നാ? ഏയ്, നമ്മുടെ നാട്ടിൽ നിന്നാ. ചേട്ടനെ അറിയും. അവനെ കല്യാണ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചേട്ടാന്റെ മോളല്ലേ? അതെ. എടാ കാലമാടാ, നീ എന്റെ അണ്ണാക്കിൽ തന്നെ പിരിവെട്ടിയല്ല.